തിരുവനന്തപുരം കിളിമാനൂരിലെ ജനവാസ മേഖലയിലെ നീർച്ചാലിൽ മാലിന്യം ഒഴുക്കിയതായി പരാതി. പെരിന്തമൺ മലച്ചിറ തോടിലാണ് ടാങ്കറിൽ മാലിന്യം ഒഴുക്കിയത്. തോടിലെ വെള്ളത്തിൽ മത്സ്യങ്ങളും ചെറുജീവികളും ചത്തുപൊങ്ങിയിട്ടുണ്ട്. സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് ടാങ്കർ വാഹനം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. അരുൺ സോളമൻ നൽകും വിവരങ്ങൾ. അരുൺ, വിവരം എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ആരാണ് ഇങ്ങനെ ചെയ്തത് എന്നത്? ശ്രുതി, ഇന്നലെ രാത്രിയോടുകൂടിയായിരിക്കണം ഈ സംഭവം നടക്കാനിടയായിട്ടുണ്ടാവുക. കാരണം ഈ കിളിമാനൂരിലെ MC റോഡിൽ നിന്നും 500 മീറ്റർ അകലെയുള്ള പെരിന്തമൺ മലച്ചിറ ഈ നീർച്ചാലിലാണ് ഇത്തരത്തിലെ വലിയ തോതിൽ ഈ മാലിന്യം ഒഴുക്കി വിട്ടിരിക്കുന്നത്. ഇത് ഒരു ടാങ്കർ ലോറിയിൽ എത്തിച്ച് ഒഴുക്കി വിട്ടു എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിൽ CCTV കേന്ദ്രീകരിച്ചാണ് കിളിമാനൂർ പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തി വരുന്നത്. ഇതിൽ ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് സമീപത്തുള്ള ജനങ്ങൾ ഈ ദുർഗന്ധം കാരണം ഇത് അന്വേഷിച്ചപ്പോഴാണ് സമീപത്തുള്ള നീർച്ചാലിൽ ഇത്തരത്തിൽ വലിയ തോതിൽ മാലിന്യം ഒഴുക്കിയതായി കണ്ടെത്തിയത്. ഇത് ശുചിമുറിയിൽ നിന്നുള്ള മാലിന്യമാണ് എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും ആരോപിക്കുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ തോടിനെ ആശ്രയിച്ച് ജീവിച്ച ജനങ്ങളാണ് തൊട്ടടുത്തുള്ള ഈ നഗരങ്ങളിലൊക്കെയും താമസിക്കുന്ന ആൾക്കാരെന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. ഏകദേശം 2000-ലധികം കുടുംബങ്ങൾ ഈ തോടിന് ചുറ്റുമായിട്ട് താമസിച്ചു വരുന്നുണ്ട്. അവരെ ഇത് വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ്. കാരണം കുളിക്കാനും തുണിയലക്കാനും ഉപയോഗിക്കുന്ന വെള്ളം കൂടിയായിരുന്നു. ഈ തോട് ഒഴുകിയെത്തുന്നത് ചിറ്റാർ നദിയിലാണ്. അപ്പോൾ ചിറ്റാറിലേക്ക് ഒഴുകിയെത്തുന്ന പ്രധാനപ്പെട്ട ഒരു കൈവഴിയായിട്ടുള്ള ഒരു നീർച്ചാലിലാണ് ഇത്തരത്തിൽ വലിയ തോതിൽ ഈ ടാങ്കർ ലോറിയിൽ എത്തിച്ച് മാലിന്യം ഒഴുക്കി വിട്ടത്. എന്തായാലും കിളിമാനൂർ പോലീസ് ഇപ്പോൾ CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ്. കിളിമാനൂരിലെ ജനവാസ മേഖലയിലെ നീർച്ചാലിലാണ് മാലിന്യം ഒഴുക്കിയെന്നുള്ള പരാതി ഉയർന്നിരിക്കുന്നത്. ഇതിലെന്തായാലും പോലീസ് അന്വേഷണം നടത്തുകയാണ്. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.